ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമേ പറയുന്നത് അതാണ്. ആദ്യം കട്ടളപ്പാളി കൊണ്ടുപോയി, കട്ടളപ്പാളിയിൽ തനിക്ക് സാമ്പത്തിക ലാഭം കിട്ടിയില്ല. അങ്ങനെ ദ്വാരപാലക പാളി കൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ ദ്വാരപാലക പാളിയിലാണ് തനിക്ക് അല്പമെങ്കിലും ലാഭം കിട്ടിയത്. പക്ഷേ അത് കാര്യമായ ലാഭം ഉണ്ടായില്ല. കേരളത്തിലെ ഉന്നതർക്ക് പങ്കുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല കർണാടകയിലുള്ള 5 അംഗ സംഘം ഗൂഢാലോചന നടത്തിയെന്നാണ് SIT കൊടുത്തിരിക്കുന്ന മൊഴി. SITയുടെ നീക്കമാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. SITയുടെ നീക്കം ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം കൊണ്ടുപോയി തെളിവെടുക്കുക എന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അത് ചെന്നൈയിലാണെങ്കിലും ഇപ്പോൾ ഗൂഢാലോചനയുടെ കേന്ദ്രമായ ബംഗളൂരു ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ഒക്കെ അന്വേഷണ സംഘത്തിന് പോകേണ്ടി വന്നേക്കാം. ഈ 5 അംഗ സംഘത്തെക്കുറിച്ചാണ് ഇനിയിപ്പോൾ അന്വേഷണം നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഈ ഗൂഢാലോചനയിൽപ്പെട്ടവരെ കുറിച്ചുള്ള സൂചനകൾ SITക്ക് ലഭിച്ചു എന്നാണോ മനസ്സിലാക്കുന്നത്? TV പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. സൂചന ലഭിച്ചു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അരുൺ, ആ തെളിവെടുപ്പിന് മുമ്പ് തന്നെ ഇതെന്താണ് സംഭവിച്ചത് എന്ന കൃത്യമായ ഒരു പിക്ചർ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോറ്റിയിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അത് പോറ്റിയിൽ നിന്ന് മാത്രം കിട്ടിയാൽ പോരാ എന്നുള്ളതാണ്. പോറ്റി പൂർണ്ണമായി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മുഖവിലക്കെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല. ഇനി അവിടുന്ന് അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പ് വളരെ പ്രധാനമാണ്. അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ, അതുപോലെ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ, അവരുടെ എല്ലാവരുടെയും മൊഴി ഇതിൽ ഏറ്റവും നിർണായകവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം വിജിലൻസിൻ്റെ 2 റിപ്പോർട്ടുകൾ, ഒരു റിപ്പോർട്ടും 2 റിപ്പോർട്ടും, അത് രണ്ടും കൃത്യമായി പഠിച്ചതിന് ശേഷം അവർ ആദ്യം ചെയ്തത് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം 1ാം ഘട്ട പരിശോധന എന്ന നിലയിൽ അവർ പോയിട്ടുണ്ട്. 2 തവണ പോയ ഇടങ്ങളുണ്ട്. അവിടെയെല്ലാം പരിശോധിച്ച് പഠിച്ചതിന് ശേഷം ഏതാണ്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചു. ഇനിയിപ്പോൾ ഇന്നലെ മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഔദ്യോഗികമായി അവരുടെ കസ്റ്റഡിയിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി വളരെ സുഗമമായി ചോദ്യം ചെയ്യാൻ കഴിയും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന മറ്റ് ലിങ്കുകളുമായി ഒത്തു ചേരുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ആ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ സമയത്താണ് പുതിയ വിവരങ്ങൾ ഒന്നൊന്നായി മുന്നിലേക്ക് വരുന്നത്. ബംഗളൂരിൽ നടത്തിയ ഗൂഢാലോചനയും 5 അംഗ സംഘവും ഉൾപ്പെടെയുള്ള കാര്യം അന്വേഷണ സംഘം മുമ്പാകെ പോറ്റി പറയുന്നത്. അതോടൊപ്പം തന്നെ കുടുക്കിയെന്ന് പരസ്യമായി പറഞ്ഞ പോറ്റി അത് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ. തന്നെ ഒരു കരുവാക്കുകയാണ് എന്ന് പറയാനാണ് പോറ്റി ശ്രമിക്കുന്നത്. ഉറപ്പായും ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലിങ്ക് പൂർണ്ണമായതിനു ശേഷം മാത്രമേ സന്നിധാനം, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോറ്റിയെയും കൊണ്ട് അന്വേഷണ സംഘം പോകാൻ ശ്രമിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.